ഹലോ, ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ കഴിച്ചതും കുടിച്ചതുമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ചെറിയ കുക്കിംഗ് വിശേഷവും എല്ലാം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ 3K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഓരോ ദിവസവും ഇങ്ങനെ മെമ്പേഴ്സിൽ ഡിഫറൻറ്റ് വരുന്നത്. അപ്പം 3K സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഈ വീഡിയോയുടെ ഇടയിൽ തന്നെ ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയും മുന്നോട്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലോങ് വീഡിയോസും നല്ല രീതിയിൽ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലോങ് വീഡിയോസിൽ ഇപ്പം ഞാൻ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ മാത്രമല്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങൾ വരികയാണെങ്കിൽ അതും കൂടെ വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാനിതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങിലേക്ക് കയറി. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ചായ എന്നത്തെയും പോലെ തന്നെ ചായ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുക്കുന്നത് അപ്പമാണ്, വെള്ളയപ്പമാണ്. അപ്പം വെള്ളയപ്പത്തിൻ്റെ കൂടെ കറിയായിട്ട് വെക്കുന്നത് ഒരു വെജിറ്റബിൾ കറിയാണ്. ക്യാരറ്റും പൊട്ടറ്റോയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി. അപ്പോൾ അത് കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് കടുക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിക്കുകയാണ്. കോക്കനട്ട് ഓയിലിൽ ഒന്ന് താളിക്കുകയാണ്. താളിച്ചതിന് ശേഷം നമ്മൾ ഒരു പിടി പച്ച തേങ്ങയും കൂടി അരച്ച് ചേർക്കും. അപ്പം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഉപ്പും ഒക്കെ ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു അബദ്ധം പറ്റി. സാധാരണ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് വെജിറ്റബിൾസ് വേവിക്കുന്നത്. അപ്പോൾ ഇന്ന് അത് വിട്ടുപോയതുകൊണ്ട് ഞാൻ പിന്നെ തേങ്ങ അരയ്ക്കുന്ന അരപ്പിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് അരച്ചു. അപ്പോൾ അതാ നമ്മുടെ വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പത്തിനും വെള്ളയപ്പത്തിനും പത്തിരിക്കും എല്ലാത്തിനും നല്ല അടിപൊളി സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഒരു വെജിറ്റബിൾ കറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രേവി കുറച്ച് ലൂസായിട്ടിരിക്കുകയാണ്. ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറച്ച് കൂടെ ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ച് മാറ്റിയെടുക്കും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിൽ ഞാൻ മുട്ടയും കൂടെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറായ്ക്കും ഇക്കാക്കും ഉള്ള മുട്ട എന്ന് പറയുന്നത് ആ വെജിറ്റബിൾ കറിയിലോട്ട് തന്നെ ബോയിൽഡ് എഗ്ഗ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പെപ്പർ പൗഡറും ഉപ്പും ചേർത്ത് ഞാൻ ആ മുട്ട അങ്ങ് കഴിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മുടെ കിച്ചൺ പരമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ ഒരു ഗ്ലാസ് ചൂട് ചായ എടുത്തു. പിന്നെ കഴിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ വെള്ളയപ്പമാണെന്ന്. അപ്പോൾ അതാ വെള്ളയപ്പം, 2 അപ്പവും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറിയും. അപ്പോൾ ഈ വെജിറ്റബിൾ കുറുമ എന്നൊക്കെ പറയാം, വെജിറ്റബിൾ കുറുമ. അപ്പം നമ്മൾ ഗ്രീൻ ബീൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്കിത് സെറ്റപ്പാക്കി അടിപൊളി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ഗ്രീൻ പീസ് അതുപോലെ തന്നെ ബീൻസ് ഒന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടൊമാറ്റോയും ക്യാരറ്റ്, പൊട്ടറ്റോ, സവോള അങ്ങനെയുള്ള കൊച്ചു വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ കറി റെഡിയാക്കി എടുത്തത്. പിന്നെ തേങ്ങ കുറച്ച് കൂടുതൽ, പച്ച തേങ്ങ കുറച്ച് കൂടുതൽ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രേവി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ളതാകുമ്പോൾ നമുക്കിഷ്ടമല്ല. അപ്പോൾ അതൊന്ന് വറ്റിച്ച് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട ഞാൻ ഇക്കാക്കും മക്കൾക്കും ഉള്ള മുട്ട ബോയിൽ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇക്ക വിളമ്പി കഴിച്ചു. ഇനിയിപ്പോൾ സാറാടെ എഗ്ഗാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്കുള്ളത് ഞാൻ കാണിച്ചല്ലോ. എൻ്റെ മുട്ട എന്ന് പറയുന്നത് ഞാൻ ഉപ്പും പെപ്പർ പൗഡറും ചേർത്ത് ഞാനങ്ങ് കഴിച്ചു. അപ്പോൾ ഞാൻ അതിനുശേഷം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് മുട്ടയുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മുട്ട നേരത്തെ അങ്ങ് എടുത്ത് കഴിച്ചത്. അപ്പോൾ ഞാൻ നല്ല ചൂടായിട്ട് 1-2 സിപ്പ് ചായ എടുത്തു. അതിന് ശേഷം 2 വെള്ളയപ്പം, അപ്പത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ വെജിറ്റബിൾ കറി ഞാൻ നന്നായിട്ട് അങ്ങ് ഒഴിച്ചു. ഞാൻ ഒരുപാട് അങ്ങ് ഉടച്ചില്ല, ചെറുതായിട്ടാണ് നമ്മൾ ചെറിയ ക്യൂബ്സാണ് ഇട്ടാണ് ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടറ്റോയും കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞില്ല. ഒരു 2 വിസിൽ അത് തന്നെ ധാരാളം.
അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിരുന്നു. നമ്മൾ ഗ്രീൻ പീസ് ഇടുമ്പോഴത്തേനാണ് കുറച്ചും കൂടെ ഒരു 3-4 വിസിൽ കേൾക്കേണ്ടി വരും. കാരണം ആ ഒരു ഗ്രീൻ പീസിൻ്റെ ആ ഒരു വേവ് ഉണ്ടല്ലോ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വേവില്ലാത്ത ഐറ്റംസ് ആണല്ലോ. പിന്നെ പോരാത്തതിന് വളരെ സ്മോളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. എനിക്കിങ്ങനെയുള്ള വെജിറ്റബിൾ കറികളും വെജിറ്റബിൾ കുറുമ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, അപ്പം എന്ന് പറയുന്നത് എനിക്ക് ഫേവറേറ്റ് ആണ്. അപ്പത്തിൻ്റെ കൂടെ ഇതുപോലെയുള്ള വെജിറ്റബിൾ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വളരെ ആസ്വദിച്ച് രാവിലത്തെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഇല്ല. ലഞ്ചിൻ്റെ കുക്കിംഗ് കാര്യമായിട്ടൊന്നുമില്ല. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ചെറിയ കുക്കിംഗ്, അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കുക്കിങ്ങും കിച്ചണിൽ കയറലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലഞ്ചിന് കുക്കിംഗ് ഒന്നുമേ ഇല്ല. ലഞ്ച് കംപ്ലീറ്റ് ഫ്രീ ആണ്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഡേറ്റ്സും റോസ്റ്റഡ് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ നമ്മുടെ തൊലിയൊക്കെയുള്ള കാഷ്യൂ നട്ട് അങ്ങനെയുള്ള കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് അത് കഴിച്ചു. അതിനുശേഷം ഇതെന്ന് പറയുന്നത് ചീസ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് സാറായ്ക്ക് ഇഷ്ടമാണ്. എനിക്കും മോൾക്കും ഒക്കെ കുറച്ച് ചീസ് ഫ്ലേവേർഡ് ആയിട്ടുള്ള മൈൽഡ് ടേസ്റ്റ് ആയിട്ട് അങ്ങനെയുള്ള ചീസ് ഫ്ലേവേർഡ് സ്നാക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് സാറായ്ക്ക് വേണ്ടി ഞാൻ എടുത്തതാണ്. ഞാനും കുറച്ച് 2-3 എണ്ണം കഴിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കുക്കിംഗ് ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇക്കായും സാറായും ഡെസേർട്ടിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് കാര്യമായിട്ട് കുറച്ച് ബിരിയാണിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അവർ അന്ന് രാത്രി എനിക്ക് ബിരിയാണി കഴിക്കാനൊരു മൂഡില്ലായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേയിൽ ലഞ്ചിന് നല്ല എന്താ പറയുക, തലേന്നത്തെ ബിരിയാണി നമ്മൾ ആവി കയറ്റി കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തായിരുന്നു, ഫ്രിഡ്ജിൽ കയറ്റി നമ്മുടെ ബിരിയാണി സ്റ്റോർ ചെയ്തായിരുന്നു. അങ്ങനെ ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ് നമ്മുടെ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം ഇക്കയില്ല. അപ്പം ഞാനും സാറായും ഞങ്ങൾ ലഞ്ചിന് വേണ്ടിയിട്ട്, പിന്നെ കാര്യം എന്ന് വെച്ചാൽ ബിരിയാണിയിൽ കാര്യമായിട്ടുള്ള പീസും കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം വെച്ചാൽ ഇവരൊരു ഇവൻറ്റിന് പോയതാണ്, ഡെസേർട്ടിലൊരു ഇവൻറ്റിന് പോയി. അതിനുശേഷം കുറച്ച് ബാക്കി വന്ന കുറച്ച് റൈസും കുഞ്ഞു പീസസും എടുത്ത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള പീസൊന്നുമില്ല, നമുക്ക് പീസിൻ്റെ ഒന്നും ആവശ്യമില്ല. റൈസ് എന്ന് പറയുന്നത് കുറച്ച് സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റൈസായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലെമൺ പിക്കിളും അതുപോലെ തന്നെ 2 പപ്പടവും പൊരിച്ച് വെച്ച് ബിരിയാണി ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ റൈത്ത, കേട് അതുപോലെ തന്നെ സവോള അരിഞ്ഞത്, സാലഡ് ഒന്നും റെഡിയാക്കുന്നില്ല. കാര്യം എനിക്കതൊന്നും തോന്നിയില്ല. എനിക്ക് പപ്പടവും കൂട്ടി ബിരിയാണി കുറച്ച് അച്ചാറും കൂട്ടി കഴിക്കാനാണ് തോന്നിയത്. അച്ചാറിന് ഓൾറെഡി പുളിയുണ്ട്, അതുകൊണ്ട് തന്നെ വീണ്ടും കേടൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും പുളിപ്പ് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പപ്പടവും നാരങ്ങ അച്ചാറും കൂട്ടിയിട്ട് ബിരിയാണി ഒരു പിടി പിടിക്കുകയാണ്. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. റൈസിനൊക്കെ എവിടെയൊക്കെ ഒരു എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സൈഡ് ഡിഷുകളുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ കുക്കിംഗ് ഇല്ല, കംപ്ലീറ്റ് ഫ്രീ ആണ്. അത് നേരത്തെ നമുക്ക് അറിയാമായിരുന്നു കുക്കിംഗ് ഇല്ല എന്നുള്ളത്. കാരണം ബിരിയാണി ഓൾറെഡി സ്റ്റോക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് നമ്മളെടുത്ത് കഴിച്ചില്ലെങ്കിൽ ആ ബിരിയാണി എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് ഫുഡ് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ലഞ്ചിന് ഞാനും മോളും ഇതാണ് കഴിച്ചത്. അപ്പോൾ ഈ ഒരു ലഞ്ചോട് കൂടിയിട്ട് ഈ ബിരിയാണി എടുത്ത് തീർക്കുകയാണെങ്കിൽ പിന്നെ അത് ഫ്രീ ആവുമല്ലോ. അങ്ങനെ വളരെ ആസ്വദിച്ച് ചെറിയ ചിക്കൻ പീസസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മളങ്ങ് കഴിക്കുകയാണ്. പിന്നെ വേറെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും നമുക്ക് പുറത്തൊന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ കൊച്ചു കാര്യങ്ങൾ കാരണം നമ്മൾ ഇന്ന് പുറത്ത് പോവുകയാണ്. അതുകൊണ്ട് കുറേ നേരം കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള ടൈമും നമുക്കിന്ന് ഇല്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈവനിങ് ആയപ്പോൾ ഇക്കായും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു, നല്ല ചൂട് കട്ടൻ ചായ, കടും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കും ഇക്കാക്കും ഓരോ ഗ്ലാസ് കടും ചായ, പിന്നെ റസ്ക്കും അതുപോലെ തന്നെ നമ്മുടെ പ്ലെയിൻ കാരി എല്ലാം കൂടെ ചേർത്തിട്ട് ചായക്ക് നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റംസ്, നല്ല ചൂട് ചായയുടെ കൂടെ റസ്ക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കുടിച്ചു. അതിനുശേഷം ഇതെന്ന് പറയുന്നത് നമ്മുടെ പല ഫ്ലേവറിൽ കിട്ടും, വേഫർ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് സ്ട്രോബെറി ഫ്ലേവറായിട്ടുള്ള വേഫർ സ്റ്റിക്കാണ്. അപ്പോൾ ഇത് ഒരു ടിന്ന് വാങ്ങിച്ചു. ഇത് ഞാൻ മക്കൾക്ക് മോൾക്കൊക്കെ ഒരെണ്ണം 1 2 വീതമൊക്കെ ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ സാറ ഇത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സാറയ്ക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതാണ്.
അപ്പോൾ ദാ ജസ്റ്റ് ഒന്ന് ഷോട്ട് എടുക്കുന്നതാണ്. അതിനുശേഷം ദാ ഇതെന്ന് പറയുന്നത് കുറേ ദിവസമായിട്ട് പറയുകയാണ്, ഈ കാർട്ടൂൺസിലൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായിട്ട് പറയുകയാണ് കോട്ടൺ ക്യാൻഡി വേണമെന്ന്. അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് കോട്ടൺ ക്യാൻഡി ഫ്ലേവർ ഐസ്ക്രീം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ പർച്ചേസിന് പോയപ്പോൾ ഇതും എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഏറ്റവും ഒരു ചെറിയ ഒരുപാട് അത് ഭയങ്കര ഷുഗർ വെച്ചിട്ട് പഞ്ചസാര വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാനപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടിന്നാണ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ അതും കുറച്ച് സാറാക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം നന്നായിട്ട് വിശന്നു, കുറച്ച് ലേറ്റായി, നന്നായിട്ട് വിശന്നു ഈവനിങ് ആയപ്പോഴത്തേനും. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു കഫ്റ്റീരിയയിൽ കയറിയിട്ട് നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള ചില്ലി സോസും കൂട്ടിയിട്ട് മുട്ട ബജ്ജി, മുളക് ബജ്ജി, ഉഴുന്നുവട അങ്ങനെയുള്ള ഈവനിങ് സ്നാക്ക് ഐറ്റംസ് കുറച്ച് കഴിച്ചു. ചായ വേണ്ട, കാരണം വീട്ടിൽ നിന്ന് കുറച്ച് കടിഞ്ചായയൊക്കെ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ചായ കുടിക്കാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ചായ ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മുടെ വറ്റൽമുളകൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പൈസി സോസ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് പോലെ, നാട്ടിലൊക്കെ അത്യാവശ്യം ഫ്രഷായിട്ട് പൊരിച്ചു കോരി അങ്ങനെ നമ്മൾ കഴിക്കില്ല, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജ്ജിയും അതുപോലെ തന്നെ മുളക് ബജ്ജിയും പിന്നെ ഉഴുന്നുവടയും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ചായ എന്ന് പറയുന്നത് ഞാൻ ചായ വേണ്ടെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അതൊക്കെ നല്ല എരിവോട് കൂടിയിട്ട് ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് ചായക്കട പലഹാരം കഴിച്ചപ്പം ഒരു ചൂട് ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ഒരു ചായയും കൂടെ ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് ഈവനിങ് ടീ ആൻഡ് സ്നാക്കൊക്കെ ആസ്വദിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ചായയും കടികളൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ സൈറയും മക്കൾ രണ്ടും എൻ്റെ ഒപ്പമുണ്ട്. അപ്പോൾ ഇപ്പം വേറെ ഒരു കാര്യത്തിന് വേണ്ടി അപ്പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. ഞങ്ങളിപ്പോൾ ഓൾറെഡി ചായയും സ്നാക്കൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ മക്കളും കൂടെ ഇരുന്നിട്ട് ഓരോ ഐറ്റംസൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചൂട് ചായ, നല്ല അടിപൊളി ചൂട് ചായ. പിന്നെ അതിന് ശേഷം ഷവർമ, നല്ല സ്പൈസി ഷവർമയാണ്. നമുക്ക് ഷവർമ വരുമ്പോൾ നോൺ സ്പൈസി താല്പര്യമില്ല. അപ്പോൾ സ്പൈസി ഷവർമയും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. റാഡിഷ്, അതുപോലെ തന്നെ ക്യാരറ്റ്, കുറച്ച് ചില്ലീസ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഉപ്പിലിട്ട ഐറ്റംസ്. പിന്നെ ഞാൻ വീണ്ടും അവരോട് ചോദിച്ച് വാങ്ങിക്കുകയായിരുന്നു ആ ഒരു വറ്റൽമുളക് സോസ് ഉണ്ടല്ലോ, ചില്ലി സോസ്. ഞാൻ ഷവർമയൊക്കെ കഴിച്ചത് ആ ചില്ലി സോസിൽ ഡിപ്പ് ചെയ്തിട്ടാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ഈ വക ഈവനിങ് സ്നാക്ക് ആൻഡ് ഐറ്റംസ് ഷവർമ ഒന്നും മുക്കി കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ആ ഒരു വറ്റൽമുളകിൻ്റെ ആ ഒരു സോസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ല ഉപ്പിലിട്ട് അവർ കുറച്ച് കൂടുതൽ തന്നു. പിന്നെ നമ്മുടെ കുക്കുംബറും ഉപ്പിലിട്ടത്, കുക്കുംബറാണോ അങ്ങനെ എന്തോ ഒരു ഐറ്റം, അങ്ങനെ അതെല്ലാം തന്ന് അങ്ങനെ നല്ല അടിപൊളി ഷവർമ, നല്ല സൂപ്പർ ഷവർമ കേട്ടോ. നമ്മുടെ ഇവിടെ അറബിക് ഷവർമ ഉണ്ട്. അറബിക് ഷവർമയുടെ ഉള്ളിലെ ആ ഒരു മയോണൈസ്, ആ ഒരു സംഭവം എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം നമ്മുടെ ഒരു നാടൻ ഷവർമ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസും കൂടി നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഫുഡ് അടിക്കൽ പരിപാടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞു. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് രാത്രി ചപ്പാത്തിയും അതുപോലെ തന്നെ രാവിലെ ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ വെജിറ്റബിൾ കറിയുമായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും വെജിറ്റബിൾ കറി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ്. എനിക്ക് ഈ ഒരു വെജിറ്റബിൾ കറി എന്ന് പറയുന്നത് ഇടിയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും എല്ലാ ഫുഡിൻ്റെ കൂടെയും എനിക്ക് ഈ വെജിറ്റബിൾ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും ഞാൻ എടുത്തിരുന്നത് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നലത്തെ ടേസ്റ്റി ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ആസ്വദിച്ച് എനിക്ക് ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിയുടെ കൂടെ എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഡിന്നർ ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഡിന്നർ അത്യാവശ്യം കുറച്ച് ലേറ്റായിരുന്നു, കാരണം പുറത്ത് പോയിരുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ട് സ്നാക്സും ചായയും ജ്യൂസും എല്ലാം കൂടെ കുടിച്ചപ്പോഴത്തേനും വയറ് നല്ല നിറഞ്ഞ് അങ്ങനെയായിരുന്നു. പിന്നെ ഡിന്നർ എന്ന് പറയുന്നത് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഒരു 2 ചപ്പാത്തി കഴിച്ചു. അപ്പോൾ
എന്താണ് ഇന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പം എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഇടയിൽ ഞാൻ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ലഞ്ചിൻ്റെ കുക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അത് ഓരോ ദിവസവും ഞാൻ എന്താണോ കുക്ക് ചെയ്യുന്നത് അതനുസരിച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ അതിനുശേഷം ഒരു ഫ്ലേവേർഡ് യോഗേർട്ട്, ഒരു ചെറിയുടെ ഫ്ലേവേർഡ് യോഗേർട്ടാണ് ഞാൻ കഴിച്ചത്. ഞാനും മക്കളും കൂടി ഇത് കുറച്ചെടുത്ത് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.